പാഠം 274 ഒരു അടുക്കള കഥ. അതെ. നമസ്കാരം സാർ. ഞാൻ ഇറങ്ങുകയാണ്. അതെ, ഇപ്പൊ തന്നെ 9:45 ഞാൻ താലൂക്ക് ഓഫീസിലെത്തും സാർ. അത് പിന്നെ കൃത്യനിഷ്ഠയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ലെന്ന് സാറിന് അറിയാമല്ലോ. ശരി. നീ ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണോ? എനിക്ക് 9:45 താലൂക്ക് ഓഫീസിൽ എത്താനുള്ളതാണ് നിന്നോട് പറഞ്ഞല്ലേ? എന്ന് പറഞ്ഞാൽ എങ്ങനെയാ മോഹനേട്ടാ? എനിക്ക് ഈ നോട്ട് മുഴുവൻ എഴുതി തീർത്ത 10 മണിക്ക് ഓഫീസിലെത്താനുള്ളതാണ്. ഇന്നിത് പൂർത്തിയാക്കി കൊടുത്തില്ലെങ്കിലേ സാധാരണ സാറിന്റെ സ്വഭാവം മാറും. നിന്നോട് പറഞ്ഞ സാധാരണ സാർ, എന്നോട് പറഞ്ഞ തഹസിൽദാർ. അപ്പോ ആര് പറഞ്ഞാണ് നമ്മുടെ നാട്ടിൽ വില? തഹസിൽദാർ പറയുന്നതിന്. നീ എഴുതി വേഗം പോയി കാപ്പി എടുത്ത് വെക്കാൻ നോക്ക്. കാപ്പി ഉണ്ടാക്കിയിട്ടില്ല. കാപ്പി ഉണ്ടാക്കിയില്ലേ? മണി 8 പോയിട്ട് കാപ്പി ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞാല് എനിക്കൊന്ന് നേരം കിട്ടണ്ടേ മോഹനേട്ടാ? രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് ഞാൻ ഈ പണി തുടങ്ങിയതാ. ഇനി 1/2 മണിക്കൂറോട് മെനക്കെട്ട ഇത് തീരും. അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ 9 മണി. 9 മണിക്ക് നീ അടുക്കളയിൽ കയറി എന്തെങ്കിലും ഉണ്ടാക്കാൻ തുടങ്ങിയാൽ അത് കഴിയുമ്പോ 9:30. 9:30 കാപ്പി കുടിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ താലൂക്ക് ഓഫീസിൽ എത്തുമ്പോൾ 9:55. ഞാൻ 10 മിനിറ്റ് ലേറ്റ് ആകും എന്നർത്ഥം. എന്തൊരു കൃത്യനിഷ്ഠ! ഇങ്ങനെ സെക്കൻഡ് നോക്കി ജീവിക്കുന്നവര് വീട്ടിലെ കാര്യങ്ങളിൽ കൂടി സഹായിക്കാൻ തയ്യാറാവണം. ഇപ്പോ മോഹനയുടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. ഞാനിത് എഴുതി കഴിയുമ്പോഴേക്കും അടുക്കളയിൽ ചെയ്യാനുള്ള കാര്യങ്ങളിൽ എന്നെ ഒന്ന് സഹായിച്ചാൽ 10 മിനിറ്റോട് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി തരാം. മനസ്സിലായില്ല? ഇത്ര മനസ്സിലാക്കാൻ എന്താ ഉള്ളത്? സാമ്പാർ വയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ അടുക്കളയിൽ ഇരിപ്പുണ്ട്. അതൊന്ന് കഴുകി അരിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് എഴുതി കഴിഞ്ഞ് വരുമ്പോഴേക്കും സാമ്പാർ ഉണ്ടാക്കാമല്ലോ. അത്ര എന്തെങ്കിലും ഒരു സഹായം ചെയ്യുന്നതിന് പകരം ഇവിടെ എന്റെ ഈ ജോലി കൂടെ മെനക്കെടുത്തുന്ന എന്തിനാണ്? ഓഹോ, എനിക്കൊരു അത്യാവശ്യം വന്നപ്പോ നീ വില പേശുകയാണ്. അങ്ങനെ ഒരു കാര്യം ചെയ്യാം. എനിക്കറിയാൻ ചെയ്യാൻ പോകുന്നത് എന്താന്ന്? എനിക്ക് കാപ്പി വേണ്ട, ഞാൻ കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയെന്ന് കഴിച്ചോളാം എന്നല്ലേ പറയാൻ പോകുന്നത്? ഇന്നത്തെ അവസ്ഥയിൽ അതുകൊണ്ട് മാത്രം കാര്യമില്ല മോഹനേട്ടാ. ഷർട്ടും മുണ്ടും തേച്ചിട്ടില്ല. അതുകൂടി തനിയെ ചെയ്യാൻ തയ്യാറായാലേ കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിലേക്ക് പോയിട്ട് കാര്യമില്ല. ഓ, അപ്പോ നീ എന്നെ മനഃപൂർവ്വം താമസിപ്പിക്കാൻ നോക്കുകയാണ്. ഒരു ദിവസം ഞാൻ വൈകി ചെന്നാൽ തഹസീൽദാർ എന്നെ എന്തെങ്കിലും പറയുമല്ലോ, ഞാനത് കേൾക്കണം. എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ ഷർട്ടും മുണ്ടും തേച്ചെന്ന് മോഹനേട്ടൻ പറയുന്ന സമയത്ത് കഴിക്കാൻ ഉണ്ടാക്കി തരണമെങ്കിൽ മോഹനേട്ടൻ എന്നെ സഹായിച്ചേ പറ്റുള്ളൂ. വെറുതെ ഒന്നിങ്ങനെ കണ്ണുരുട്ടിട്ട് കാര്യമില്ല. അത്യാവശ്യം ഒരാൾക്ക് മാത്രം ഉള്ളതല്ല. ഒരു മിനിറ്റ്, ഞാൻ ഫോൺ ചെയ്യുന്ന കണ്ടൂടെ? അതല്ലല്ലോ ഇപ്പോഴത്തെ പ്രശ്നം. ഇപ്പോഴത്തെ പ്രശ്നം അതാണ്. മോഹനേട്ടൻ ഒരു മിനിറ്റ് ഒന്നും മിണ്ടാണ്ടിരിക്കുവോ? സൗകര്യമില്ല. ഞാനാണ് സത്യഭാമ. അതെനിക്കറിയാം. നീ സത്യഭാമണെന്ന് എനിക്കറിയാം. ഫോണിലാണ്. ഇല്ല സാർ, ഇവിടെ പറഞ്ഞതാണ്. സാറ് ആ ഫയലില് ഒരു നോട്ട് എഴുതിയിരിക്കുന്ന കണ്ടു. ഏതെങ്കിലും സാഹിത്യകൃതിയിൽ നിന്ന് ഒരു കോട്ടിങ് വേണമെന്ന്. അതെന്താന്ന് മനസ്സിലായില്ല. അല്ല സാർ, നമ്മളതൊക്കെ എവിടെ പോയി കണ്ടുപിടിക്കാനാണ്? ചന്തയിലോട്ട് പോയാൽ മതി. വക്കീൽ പണി സാഹിത്യം തമ്മിൽ എന്താണ് സാർ ബന്ധം? ശരി, ഞാൻ നോക്കട്ടെ സാർ. ഞാൻ വിചാരിച്ച ലോകത്ത് പ്രാന്തുള്ള ഒരേ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ മോഹനേട്ടനാണെന്ന്. ഇപ്പൊ മനസ്സിലായി ആ കേസ് കേൾക്കുന്ന ജഡ്ജിക്ക് പ്രാന്താന്ന്. ജഡ്ജി വലിയ സാഹിത്യപ്രേമിയാണ്. കേസ് ബാധിച്ചുകൊണ്ടിരിക്കുമ്പോ ആ കേസിലെ ചുറ്റുപാടുകളുമായി ബന്ധമുള്ള വിദേശ കൃതികളിൽ നിന്ന് ചില ഉദ്ധരണികൾ അവതരിപ്പിച്ചാൽ പുള്ളിക്കാരന് ഇഷ്ടാവൂന്ന്. കൊലക്കേസും ബലാത്സംഗ കേസും വാദിക്കുന്നിടത്ത് സാഹിത്യം, സാഹിത്യവുമായി പൂലബന്ധമുള്ളവര് കൊലപാതകത്തിനും പിടിച്ചു പറിക്കും പോടി. ഓരോ ജഡ്ജിമാർക്കും ഓരോ രീതിയാണ്. അവരെ കൺവിൻസ് ചെയ്യാന്നുള്ളതാണ് പ്രധാനം. അപ്പോ ഏതെങ്കിലും ജഡ്ജി മദ്യപിക്കുന്ന ആളാണെങ്കിൽ രാവിലെ ഒരു കുപ്പി ബ്രാൻഡിയുമായി കേസ് വാദിക്കാൻ പോയാൽ മതിയല്ലോ. കേസ് വാദിച്ച് വരുമ്പോ ജഡ്ജിയും വക്കീലും ഓരോ ഗ്ലാസ് ബ്രാൻഡ് കഴിക്കും. വേണമെങ്കിൽ പ്രതിക്കും കൊടുക്കാം.
ഇതുകൊണ്ടാണോ നിങ്ങളുടെ വക്കീലന്മാരുടെ സംഘടനയ്ക്ക് ബാർ അസോസിയേഷൻ എന്ന് പേരിട്ടിരിക്കുന്നത്? വലിയ തമാശ. ഇനിയിപ്പോ ഞാൻ കേസ് വാദിക്കണമെങ്കിൽ നോവലും കൂടി വായിക്കേണ്ടി വരുമല്ലോ എന്റെ ഈശ്വര. ഈ ജഡ്ജി സ്ഥലം മാറിപ്പോകുന്നവർ ഇത് തന്നെയാവും അവസ്ഥ. ഒരർത്ഥത്തിൽ ആ ജഡ്ജി ചെയ്യുന്നത് ശരിയാണ്. നിങ്ങൾ വക്കീലന്മാർ ആകെ വായിച്ചിട്ടുള്ളത് ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യൻ ശിക്ഷാ നിയമവും മാത്രമാണല്ലോ. ജഡ്ജി വാശി പിടിച്ചാൽ വേറെന്തെങ്കിലും 4 പുസ്തകം കൂടെ വായിക്കേണ്ടി വരുമല്ലോ. അല്ല, അക്ഷരം വായിക്കുന്നത് നല്ലതാണ്. നിനക്കൊക്കെ വിവരം ഉണ്ടാവുമല്ലോ. ആ വിദ്യാലക്ഷ്മി, ഓ ഇന്ന് രാജഗോപാലിന്റെ കേസിന് വാദം തുടങ്ങുക. ഓ വാദത്തിനിടയ്ക്ക് ഏതെങ്കിലും കൊള്ളാവുന്ന സാഹിത്യകൃതിയിൽ നിന്നൊക്കെ ഉദ്ധരണികൾ ഉണ്ടാവണമെന്ന് സദാനന്ദൻ സാറ് പറഞ്ഞിരിക്കുക. ഈ രാജഗോപാലിന്റെ കേസുമായി സാമ്യമുള്ള വല്ല നോവലുകൾ നീ വായിച്ചിട്ടുണ്ടോ? വിദ്യാലക്ഷ്മി ഒരു വക്കീലല്ലേ, ഒന്നും വായിച്ചിട്ടുണ്ടാവില്ല. ഇല്ലേ? ആ, അങ്ങനെയുണ്ട്. ശരി, ഇനി ഞാനിത് എവിടെ പോയി കണ്ടുപിടിക്കാനാണ് ഈശ്വര? അയ്യോ, പറയാൻ വന്നതൊന്ന്. ഭാമേ, നമ്മൾ പറഞ്ഞു വന്നത് ജഡ്ജിയുടെയും സാഹിത്യത്തിന്റെയും കാര്യമല്ല. എനിക്ക് 9:45 താലൂക്ക് ഓഫീസിലെത്തണം. ഭക്ഷണം കഴിക്കണ്ടേ, ഷട്ടുമുണ്ട് തേക്കണ്ടേ? ഇതൊക്കെ ഞാൻ ചെയ്യണമെങ്കിൽ എനിക്ക് ആവശ്യമുള്ള സമയം കിട്ടണം. എന്റെ കാര്യങ്ങൾ മോഹനേട്ടന് മനസ്സിലായല്ലോ. നിയമം പഠിക്കുകയും കേസിന്റെ കാര്യം നോക്കുകയും ചെയ്താ പോരാ, വിശ്വസാഹിത്യം കൂടെ വായിക്കേണ്ട ഗതികേടാണ് ഇപ്പൊ എനിക്ക്. അതിനിടെ ഞാൻ എപ്പോഴാണ് അടുക്കളയിൽ കയറേണ്ടത്? കേരളത്തിൽ ജോലിയുള്ള ഒരേ ഒരു സ്ത്രീ നീ മാത്രമല്ല. ജോലിയുള്ള ബാക്കി സ്ത്രീകളെല്ലാം വീട്ടു ജോലികളൊക്കെ തീർത്തിട്ടാണ് ഓഫീസിലേക്ക് പോകുന്നത്. അവരെയൊന്നും അവരുടെ ഭർത്താക്കന്മാർ സഹായിച്ചിട്ടല്ല. മറ്റുള്ള വീട്ടിലെ കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട കാര്യം എനിക്കില്ല. ഈ വീട്ടിൽ ഞാൻ മാത്രം ശ്വാസം പിടിച്ച് ഇങ്ങനെ ജോലി ചെയ്യേണ്ട കാര്യം എനിക്കില്ല. ഇത് എന്റെ തീരുമാനമാണ്. മോഹനേട്ടൻ ഇവിടുന്ന് കഴിക്കണമെങ്കിൽ എന്നെ സഹായിച്ചേ പറ്റുള്ളൂ. മലം മറിക്കാനൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ, പച്ചക്കറി അരിഞ്ഞു വെക്കാനല്ലേ പറഞ്ഞുള്ളൂ. ആഹാ, എങ്കിൽ പിന്നെ കാണണം. ഇത് തരാൻ പറ്റില്ല. അല്ലാതെ എന്റെ പുസ്തകം തരില്ല. മോഹനേട്ടാ, ഇത് മോശമാണ് കേട്ടോ. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കണം. ഇങ്ങനെ പുസ്തകം തട്ടിപ്പറിക്കുന്നത് ഇവിടുത്തെ ന്യായമാണ്. ഇതാണ് ഇവിടുത്തെ ന്യായം. കഷ്ടമുണ്ട് മോഹനേട്ടാ, ഇങ്ങനെ തുടങ്ങല്ലേ. കേസിന്റെ കാര്യം ഓരോരുത്തരും ഞാൻ പഠിച്ചു തീർത്തതാ. അപ്പോഴാണ് ഉദ്ധരിക്കാൻ പറ്റുന്ന സാഹിത്യ കൃതികൾ നോക്കി വെക്കണമെന്ന് സദാനന്ദൻ സാർ പറഞ്ഞത്. ഇങ്ങനെ പോയാ വല്ല താമസമില്ലാതെ ഞാനൊരു നോവൽ എഴുതും. സഹിയിട്ട് ഭർത്താവിന് വിഷം കൊടുത്തു കൊന്ന ഒരു ഭാര്യയുടെ കഥ. ഭാര്യയെ കൊന്ന ഭർത്താവിന്റെ കഥ ഞാൻ പറഞ്ഞുതരാം. ഷേക്സ്പിയറിന്റെ ഒഥല്ലോ വായിച്ചിട്ടുണ്ടോ? എവിടെ? എന്നെ കൊണ്ട് ഒഥല്ലെ പോലെ എന്തെങ്കിലും ചെയ്യിക്കുന്നതിന് മുമ്പ് പോയി കാപ്പുണ്ടാക്ക്. എടുത്ത കളി പാവൂല്ലെന്ന് വിചാരിക്കുമ്പോ അവക്ക് എന്നെ ഒരു ബഹുമാനം ഇല്ലാതായി. അഹങ്കാരി. ശിശുപാല, ഞാൻ താലൂക്ക് ഓഫീസിൽ പോയിട്ട് ഓഫീസിലേക്ക് വരൂ. 11 മണി കഴിയും. അതിനു മുമ്പ് എന്നെ കണ്ടേ പറ്റൂന്നും പറഞ്ഞ് ആരെങ്കിലും ഒക്കെ അവിടെ ചുറ്റിക്കറങ്ങി നിന്നാൽ വില്ലേജ് ഓഫീസർ അവിടെ പോയെന്ന് എനിക്കറിയില്ല എന്ന് മാത്രം പറയരുത്. താലൂക്ക് ഓഫീസിൽ പോയിരിക്കുകയാണ് അദ്ദേഹം എന്ന് തന്നെ പറയണം. മനസ്സിലായല്ലോ? എന്താ സാമ്പാർ ഉണ്ടാക്കാനുള്ള പച്ചക്കറി? സാമ്പാറിന് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി. ഞാൻ ആ നോട്ട് എഴുതി തീർക്കുമ്പോഴേക്കും ഇത് അരിഞ്ഞു തന്നാൽ സാമ്പാർ ഉണ്ടാക്കി തരാം. ആ സാമ്പാറും കൂട്ടി ഇഡ്ഡലി കഴിക്കുമ്പോഴേക്കും ഷർട്ടും മുണ്ടും തേച്ച് തരാം. അല്ല, നിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇതിൽ എത്ര മനസ്സിലാക്കാനുള്ളത്? നമുക്ക് രണ്ടുപേർക്കും രാവിലെ ജോലി തിരക്കുണ്ട്. മോഹനേട്ടന് 9:45 താലൂക്ക് ഓഫീസിലെത്തണം. എനിക്ക് 10 മണിക്ക് വക്കീൽ ഓഫീസിൽ. അതുകൊണ്ട് ഇന്ന് അടുക്കള പണി നമ്മൾ രണ്ടുപേരും കൂടെ ചേർന്ന് ചെയ്യുന്നു. മോഹനേട്ടൻ കറി അരിയുന്നു, ഞാൻ കറി ഉണ്ടാക്കുന്നു. ഇതിനെയാണ് നമ്മൾ സോഷ്യലിസം എന്ന് പറയുന്നത്. ഇതിനെയല്ല നമ്മൾ സോഷ്യലിസം എന്ന് പറയുന്നത്. ഞാൻ നിന്റെ ഭർത്താവാണ്. മാത്രമല്ല ഒരു വില്ലേജ് ഓഫീസർ. ഒരു വില്ലേജ് ഓഫീസർ രാവിലെ വീട്ടിലിരുന്ന് ഇങ്ങനെ വെണ്ടയ്ക്ക അരിയാന്ന് പറഞ്ഞാല് ഒരു കുഴപ്പമില്ല. ഈ വെണ്ടയ്ക്ക വേവിച്ച് വിളമ്പി തരുമ്പോ ഞാൻ തിന്നാമെങ്കിലേ ഈ വെണ്ടയ്ക്ക അരിയുന്നതുകൊണ്ടും ഒരു കുഴപ്പമില്ല.
മോഹനടനെ പോലുള്ള ആണുങ്ങൾക്ക് ഭാര്യയെ ഭരിക്കാനേ അറിയൂ, അല്ലാതെ ഭാര്യ ചെയ്യുന്ന എന്തെങ്കിലും ജോലി ചെയ്യാൻ അവർക്ക് അറിഞ്ഞൂടാ. വെണ്ടക്കരിയിലാണോ വലിയ ജോലി? എടി വെണ്ടക്കാരി 5 വയസ്സുള്ള കുട്ടി മതി. 5 വയസ്സുള്ള കുട്ടി ഇവിടെ ഇല്ലാത്തത് കൊണ്ട് 30 വയസ്സുള്ള ഈ കുട്ടി ഇതറിഞ്ഞാ മതി. ഞങ്ങൾ പെണ്ണുങ്ങളുടെ പാടെ ഒന്നും അറിയും വില്ലേജ് ഓഫീസർ. നടക്കില്ല. എങ്കിൽ ഞാൻ സാമ്പാർ ഉണ്ടാക്കില്ല, ഷർട്ട് കൊണ്ടും തേക്കില്ല. ഇനി തർക്കിച്ച് സമയം കളഞ്ഞിട്ടുണ്ട്. നഷ്ടം നമുക്ക് രണ്ടുപേർക്കുമാണ്. മോഹനടനെ കാത്തിരുന്ന തഹസിൽദാരും മുഷിയും എന്നെ നോക്കിയിരുന്ന സദാനന്ദ സാറിന് ദേഷ്യം വരും. ബ്ലേഡ് കമ്പനിക്കെതിരെയുള്ള രാജഗോപാലിന്റെ കേസ് 11 മണിക്ക് കോടതിയിൽ വിളിക്കുന്നതിന് മുന്നേ എനിക്ക് എന്റെ ജോലി തീർക്കാനുള്ളതാണ്. ഞാൻ 3 മിനിറ്റ് മതി. മേലിൽ ഇത്തരം നിസ്സാരമായ ജോലികളൊന്നും എന്നോട് പറയല്ലേ ഭാമേ. ഇത് നിസ്സാരമാണെന്ന് ആര് പറഞ്ഞു? നിസ്സാരമാണല്ലോ. എടി ഓരോ ദിവസവും 100 കണക്കിന് രേഖകൾ പരിശോധിച്ച് പല 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 സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുന്ന എനിക്ക് ഇത് നിസ്സാരങ്ങളിൽ നിസ്സാരമാണ്. അപ്പോ വില്ലേജ് ഓഫീസറുടെ നിസ്സാരമായ പാചക പരിപാടി നടക്കട്ടെ. വെണ്ടക ചവിട്ടി വിടരുത്. ഇത്രയും മലക്കരുടെ എന്താവശ്യമാണുള്ളത്? അവൾ അച്ഛൻ്റെ 16 അടിയന്തരത്തിന് ഉലുത്തിന് വെച്ചാണല്ലോ. എന്റെ അമ്മ സാമ്പാറിനത്തിന് വേണ്ടി വരുമായിരിക്കും. ഹലോ ബലരാമ, പുതിയ സംഭവം അറിഞ്ഞല്ലേ? സബ് കോടതി സ്ഥലം മാറി വന്ന പുതിയ ജഡ്ജി വലിയ സാഹിത്യപ്രേമിയാണെന്ന്. അങ്ങേരെ സോപ്പിടാൻ നല്ല നോവലുകളിൽ നിന്നുള്ള കോട്ടിങ്ങുകൾ വേണമെന്ന് സാറിപ്പോ പറഞ്ഞതേ ഉള്ളൂ. ഓ, എന്റെ അവസ്ഥ അത് തന്നെയാ. എനിക്കറിയില്ലേ എവിടെ പോയി അന്വേഷിക്കണമെന്ന്. വക്കീലേ, വക്കീലേ, നമസ്കാരം വക്കീലേ. ഇന്നാണ് രാജഗോപാലിന്റെ കേസ്, അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അത് ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല, എനിക്ക് ഓർമ്മയുണ്ട്. സദാനന്ദ സാറാണ് ഇന്ന് രാജഗോപാലിന് വേണ്ടി ഹാജരാവുന്നത്. പക്ഷെ നോട്ട് തയ്യാറാക്കാൻ സാർ എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. വക്കീലേ, ഈ രാജഗോപാൽ ആകെ പേടിച്ചിരിക്കുക. കേസ് ജയിക്കും വക്കീലേ? കണ്ട ബ്ലേഡ് കമ്പനിയിൽ നിന്ന് പണം കടം വാങ്ങാൻ ഞാൻ പറഞ്ഞില്ലല്ലോ രാജഗോപാലിനോട്. കടം വാങ്ങുക മാത്രമല്ല, ബ്ലേഡ് കമ്പനിക്കാരൻ പറഞ്ഞ സകല കടലാസുകളിലും ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തു. അത് പിന്നെ എന്റെ പൊന്നു വക്കീലെ, വേറെ ഒരു വഴിയും കാണാതാവുമ്പോഴാണല്ലോ ആളുകൾ ബ്ലേഡ് കമ്പനിക്കാർ ചെന്ന് കാണുന്നത്. അപ്പൊ അവര് പറയുന്നിടത്തൊക്കെ സ്വാഭാവികമായിട്ട് ഒപ്പിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. ഒരു ഒപ്പ് കുറഞ്ഞാൽ കാശ് കൊടുക്കൂലെന്നാണ് അവര് പറയുന്നത്. ഇതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. രാജഗോപാലിന് ഒപ്പിട്ട് കൊടുത്ത കടലാസിൽ അവർക്ക് വേണ്ടതൊക്കെ എഴുതി ചേർത്ത് ബ്ലേഡ് കമ്പനിക്കാരൻ കോടതിയിൽ കൊണ്ടുവന്നു. കോടതിക്ക് കടലാസിന്റെ രേഖ ഒപ്പുമൊക്കെ അല്ലേ പ്രധാനം. എന്റെ വക്കീലേ, ഈ രാജഗോപാൽ വാങ്ങിച്ചത് ആകെ 2 ലക്ഷം രൂപ. ഇതിനിടയിൽ തന്നെ 3-3.5 ലക്ഷം രൂപ തിരിച്ചടച്ചിട്ടുമുണ്ട്. ഇനിയും 5 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കാണ്ടെന്ന് പറഞ്ഞാൽ എന്തെന്ന് വക്കീലേ ഇത്? ഉത്തമൻ പറഞ്ഞത് രാജഗോപാലൻ പറഞ്ഞതൊക്കെ ഞാൻ വിശ്വസിക്കും, സദാനന്ദൻ സാറും വിശ്വസിക്കും. പക്ഷെ അത് പോരല്ലോ, കേസ് കേൾക്കുന്ന ജഡ്ജിക്ക് ബോധ്യം വരണ്ടേ? അതാണ് പാട്. ഉത്തമൻ ചെല്ല്, ഞാൻ ഇപ്പോഴും വൈകിയിരിക്കുക. ഇനിയിപ്പോ ഈ കേസിന് നോട്ട് മുഴുവൻ എഴുതി ഓഫീസിൽ ചെല്ലുമ്പോഴേക്കും 10 മണി കഴിയും. വൈകിയതിന് സദാനന്ദ സാറിന്റെ വായിരിക്കുമ്പോഴും ഞാൻ കേൾക്കേണ്ടി വരും. അന്യായ പൈസക്ക് കാശ് വാങ്ങിയത് രാജഗോപാലൻ, സദാനന്ദ സാറിന്റെ ചീത്ത മുഴുവൻ കേൾക്കേണ്ടത് ഞാനും. ഉത്തമൻ പുസ്തകമൊക്കെ വായിക്കാറുണ്ടോ? പുസ്തകം?
കേസ് കേൾക്കുന്ന ജഡ്ജി ഒരു സാഹിത്യപ്രേമിയാണ്. കേസ് വാദിക്കുമ്പോ ഏതെങ്കിലും പുസ്തകത്തിൽ നിന്ന് സന്ദർഭത്തിന് പറ്റിയ ഭാഗങ്ങളൊക്കെ വിശദീകരിക്കുന്നതൊക്കെ പുള്ളിക്കാരന് ഹരവാ. ഈ കേസിന് പറ്റിയ കഥയുള്ള നോവൽ വലതും വായിച്ചിട്ടുണ്ടോ ഉത്തമൻ? വക്കീലെ, സത്യം പറഞ്ഞ ഞാൻ അവസാനം വായിച്ച നോവൽ എന്ന് പറയുന്നത് മാർത്താണ്ഡവർമ്മയാണ്. 10ാം ക്ലാസ്സിലെ മലയാള സെക്കൻഡ് ആ പുസ്തകമായിരുന്നു. അതിനുശേഷം പിന്നെ കാര്യമായിട്ട് പുസ്തകം വായിക്കാൻ സമയം കിട്ടിയിട്ടില്ല, ഓരോരോ തിരക്കുകൾ കാരണം. പിന്നെ അല്ല, സാർ ഇവിടെ ഇല്ല വക്കീലെ? പുറത്തോട്ടൊന്നും കണ്ടില്ല? ആഫീസ് പോലെ സമയമായില്ല. ഇവിടെ ഇല്ല കക്ഷി. മോഹനേട്ടന് 9:45 താലൂക്ക് ഓഫീസിലെത്തണം. അതിന്റെ തിരക്കില്ല. സാമ്പാറിന് എന്തിനാടി മുളക്? നീ മുളക് എടുത്ത് എന്തിനാ? അതെടുത്ത് അറിയാനാരാ പറഞ്ഞത്? എല്ലാം 3 മിനിറ്റ് കൊണ്ട് റെഡിയാക്കണം. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. മോഹനേട്ടാ, എന്താ ഇത്? കുരുക്ഷേത്ര യുദ്ധവും? സാമ്പാറിന് അരിഞ്ഞതാ, അതെല്ലാം കൂടെ ആയിപ്പോയി. എന്നോടൊരു ദേഷ്യം പാവം പച്ചക്കറിയോട് തീർത്തതാ. ഈ ഇച്ചാത്തി അത്ര നല്ലതല്ലായിരുന്നു, അതുകൊണ്ടാ. ഇതാണ് ഞാൻ പറയുന്നത്, മറ്റുള്ളവർ ചെയ്യുന്നതൊക്കെ നിസ്സാരമെന്നും അവരവർ ചെയ്യുന്നതൊക്കെ വലിയ കാര്യമാണെന്നുള്ള ചിന്ത കളയണമെന്ന്. പറഞ്ഞു വരുമ്പോ നിസ്സാര കാര്യമാണ്. കുറച്ച് പച്ചക്കറി അരിക എന്ന് പറഞ്ഞാൽ മോഹനേട്ടൻ പറഞ്ഞതുപോലെ 5 വയസ്സുള്ള കുട്ടിക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷേ അതിനൊന്നാമത് ഒരു കൈത്തഴക്കം വേണം, രണ്ടാമത് കുറച്ച് ക്ഷമ, പിന്നെ അവരവർക്ക് വേണ്ടിയാണ് ഇത് ഉണ്ടാക്കുന്നുള്ള ചിന്ത. മോഹനേട്ടൻ ഇത് 3 ഉണ്ടായില്ല. എഴുന്നേറ്റ് വാ, കാപ്പി കുടിക്കണ്ടേ? ഈ സാമ്പാർ ഉണ്ടാക്കണ്ടേ? ഞാനുണ്ടാക്കിയ സാമ്പാർ റെഡി ആയിക്കണ്ടേ? ആ സാമ്പാർ അടുപ്പത്ത് വെച്ചിട്ടാണ് ഈ പച്ചക്കറിയൊക്കെ ഞാൻ മോഹനേട്ടൻ കൊണ്ടെത്തുന്നത്. കുറച്ച് പച്ചക്കറി പോയാലും വില്ലേജ് ഓഫീസർ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കട്ടെ എന്ന് കരുതി. എത്ര രൂപയുടെ സാധനമായി പോയത്? ഇനി എന്ത് ചെയ്യും? അവിടെ ഇരിക്കട്ടെ. പോയി കുളിച്ചിട്ട് വരുമ്പോഴേക്കും ഞാൻ കഴിക്കാനെടുത്ത് വെക്കാം. കഴിച്ചു കഴിയുമ്പോഴേക്കും ഷർട്ടും മുണ്ടും തേച്ചും തരാം. 9:45 താലൂക്ക് ഓഫീസിൽ എത്തേണ്ടതല്ലേ? എനിക്ക് ശീലമില്ലാത്തോണ്ടാ, അല്ലെങ്കിൽ ഞാൻ. അതെ, ശീലമില്ലാത്തതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് ശീലമില്ലാത്തത്? അറിഞ്ഞൂടാ. കല്യാണം കഴിഞ്ഞ നാളു മുതൽ ഞാൻ തന്നെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട്. പറയുമ്പോ നിസ്സാര കാര്യമാണ്, അതൊക്കെ പെണ്ണുങ്ങളുടെ ജോലിയാണ് എന്ന് കരുതുന്നതുകൊണ്ട്. ഇത്രയൊക്കെയായിട്ടും മോഹനേട്ടന് നഷ്ടമൊന്നും പറ്റിയില്ല.
ഇനി കാപ്പ് പിടിച്ച് അലക്കി തേച്ച ഷർട്ടും കൊണ്ടുവിട്ട് മോഹനയുടെ കൃത്യസമയത്ത് താലൂക്ക് ഓഫീസിലെത്തും. തഹസിൽദാരുടെ മുന്നിൽ അച്ചടക്കമുള്ള കൃത്യനിഷ്ഠയുള്ള വില്ലേജ് ഓഫീസറാവും. പക്ഷെ ഞാനോ മോഹനേട്ടന്റെ കാര്യങ്ങൾ നോക്കാൻ മെനക്കെട്ടതുകൊണ്ട് സദാനന്ദ സാറിന് വഴക്കുമുഴ കേൾക്കേണ്ടി വരും. സദാനന്ദ സാറ് മോഹനേട്ടനെ പോലെയാ. നിസ്സാര കാര്യമല്ലേ ഭാമയെ ഏൽപ്പിച്ചത്, അത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പണിക്ക് വന്നതെന്ന് ചോദിക്കും. അപ്പൊ എന്റെ അവസ്ഥ എന്താവും? ഇതാണ് ഈ വില്ലേജ് ഓഫീസറും ഈ വക്കീലും തമ്മിലുള്ള വ്യത്യാസം. വാ, കാപ്പി കുടിക്കാം. ഭാമേ, നീ കോടതി കൊണ്ടുള്ള നോട്ട്സ് എഴുതി തീർന്നല്ലേ പറഞ്ഞത്? നോട്ടൊക്കെ തീർന്നു. പക്ഷേ അതുമാത്രം പോരല്ലോ മോഹനേട്ടാ. വക്കീലന്മാർ കോടതിയിൽ നിയമം മാത്രം പറഞ്ഞാൽ പോരാ മോഹനേട്ടാ. കേൾക്കുന്ന ജഡ്ജിക്ക് ബോധ്യമാവണം. ബോധ്യമാവലിന് ഓരോരുത്തർക്കും ഓരോ രീതിയില്ലേ, അതാണ് പ്രശ്നം. പണ്ട് പണ്ട് ഒരു കച്ചവടക്കാരനുണ്ടായിരുന്നു. അന്റോണിയോ എന്നായിരുന്നു അയാളുടെ പേര്. കച്ചവടത്തിന്റെ ആവശ്യത്തിനായി അന്റോണിയ ഒരു ഷൈലോക്ക് എന്ന പലിശക്കാരന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിരുന്നു. പണം സമയത്ത് തിരിച്ചു കൊടുത്തില്ല എങ്കിൽ അന്റോണിയയുടെ ശരീരത്തിൽ നിന്നും ഒരു റാത്തൽ മാംസം മുറിച്ചു കൊടുക്കാമെന്നായിരുന്നു കരാർ. അന്റോണിയയ്ക്ക് സമയത്ത് പണം തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല. കേസ് കോടതിയിലെത്തി. അങ്ങനെ അന്റോണിയയുടെ ഒരു റാത്തൽ മാംസം മുറിച്ചെടുക്കാൻ കോടതി പറഞ്ഞു. അപ്പോഴാണ് അന്റോണിയയുടെ ഭാര്യ പോർഷ്യ ഒരു വക്കീലിന്റെ വേഷത്തിൽ കോടതിയിലെത്തുന്നത്. കരാർ പ്രകാരം മാംസം മാത്രമേ മുറിച്ചെടുക്കാൻ പാടുള്ളൂ എന്നും ഒരു തുള്ളി ചോര പോലും നഷ്ടപ്പെടരുതെന്നും അവർ വാദിച്ചു. ചോര വീഴാതെ അങ്ങനെ മാംസം മുറിച്ചെടുക്കാൻ പറ്റും? അങ്ങനെ അന്റോണിയോ കേസ് വിജയിച്ചു. പലിശക്കാരനായ ഷൈലോക്ക് ഒരു പാഠം പഠിച്ചു. വില്യം ഷേക്സ്പിയറിന്റെ വെനീസിലെ വ്യാപാരി എന്ന നാടകമാണിത്. ഇത് മതിയാവോ ബ്ലേഡ് കമ്പനിക്കാരനെതിരെ വാദിക്കുമ്പോ രാജഗോപാലന്റെ ഭാഗം വാദിക്കാൻ? ഈ കഥ ആർക്കും രസിക്കില്ലേ? മോഹനേട്ടാ, ഇത് കൈവച്ചിട്ടാണോ എന്നെ ഇത്രയും തീ തിരിച്ചത്? നീയല്ലേ പറഞ്ഞത് പച്ചക്കറി അരിയിലാണ് ഏറ്റവും വലിയ കാര്യമെന്ന്. അതുകൊണ്ട് ഞാൻ ഇത് വലിയ കാര്യല്ലേ? എന്റെ വില്ലേജ് ഓഫീസർക്ക് അറിയാത്തായിട്ട് എന്തെങ്കിലും ഉണ്ടോ? പച്ചക്കറി അറിയാൻ ഇനി ഈ കഥയും വെച്ച് കോടതിയിൽ എന്റെ ഒരു പെർഫോമൻസ് ഉണ്ട്. സദാനന്ദൻ സാർ അന്തം വിടും. എന്നിട്ട് പറയും സത്യഭാമയെ തന്നെ ഞാൻ സമ്മതിച്ചു എന്ന്. പക്ഷേ ശരിക്കുള്ള പുലി സത്യഭാമയല്ല, എന്റെ വില്ലേജ് ഓഫീസറാണെന്ന് എനിക്കല്ലേ അറിയൂ. ശരിക്കുള്ള പുലി ഞാനുമല്ല, പിന്നെ വില്യം ഷേക്സ്പിയർ. അതൊരു വെറും പുലി ആയിരുന്നില്ല, സിംഹമായിരുന്നു. ചൊവ്വയിലേക്കും ചന്ദ്രനിലേക്കും റോക്കറ്റ് അയക്കുന്ന ശാസ്ത്രജ്ഞർക്ക് അടുക്കളയിൽ കയറി ഒരു ചായ ഉണ്ടാക്കാൻ അറിയണമെന്നില്ല. ഭക്ഷണം പക്ഷെ മനുഷ്യന് ഒഴിച്ചുകൂടാനാവാത്ത കാര്യമാണ് താനും. അതുകൊണ്ടാണ് അടുക്കളയിൽ പെരുമാറുന്ന പെണ്ണുങ്ങൾ വാശി പിടിക്കുമ്പോഴൊക്കെ അടുക്കളയിൽ കയറാത്ത പുരുഷന്മാർ വഴങ്ങേണ്ടി വരുന്നത്. ആയതിനാൽ പെണ്ണുങ്ങളെ നിലയ്ക്ക് നിർത്താൻ ആഗ്രഹിക്കുന്ന ആണുങ്ങൾ എത്രയും പെട്ടെന്ന് തനിയെ വല്ലതും വച്ചുണ്ടാക്കി തിന്നാൻ പഠിക്കണമെന്ന് ഉപദേശിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിടാം.